നമ്മളൊരു പെർഫ്യൂം ഷോപ്പിൽ ചെന്നിട്ട് ആ മണം നോക്കിയിട്ട് ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ആ മണം ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് പെർഫ്യൂം സെലക്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ മണം മാറുന്നതായിട്ട് കാണാം. നമ്മൾ ഇഷ്ടപ്പെട്ട മണം ആയിരിക്കത്തില്ല അതിനുണ്ടാകുക. കാരണം എന്താണെന്ന് അറിയാവോ? ഒരു പെർഫ്യൂം ആദ്യമായിട്ട് അതിൻ്റെ റിലീസ് ചെയ്യുന്ന സ്മെല്ലിനെ ടോപ്പ് നോട്ട് എന്ന് പറയും. ഈ ടോപ്പ് നോട്ട് വളരെ അട്രാക്റ്റീവായി വളരെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള സ്മെല്ലായിരിക്കും. യഥാർത്ഥത്തിൽ അതിന് വളരെ ടൈം കുറവായിരിക്കും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനകത്ത് ഈ മണം മാറും. അതിനുശേഷം വരുന്നതാണ് യഥാർത്ഥത്തിൽ ആ റിയൽ ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത്. ആ പെർഫ്യൂമിൻ്റെ റിയൽ സ്മെല്ലെന്ന് പറയുന്നത് ഹാർട്ട് നോട്ടാണ്. അതിന് ടൈമിങ് കൂട്ടുന്നത് ബേസ് നോട്ടാണ്. നമുക്ക് ഒരു പെർഫ്യൂമിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കിട്ടുന്ന മണം വെച്ച് തന്നെ ഒരു പെർഫ്യൂം സെലക്ട് ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം അതിൻ്റെ യഥാർത്ഥ സ്മെല്ല് പിന്നീടാണ് റിലീസാകുന്നത്. നമ്മൾ ഷോപ്പിൽ കണ്ടുവരുന്നത് നമ്മൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്, നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് വലിയ ഹാർഡായിട്ട് ഫീൽ ചെയ്യും. പലരും അത് അപ്ലൈ ചെയ്തിട്ട് പോയിട്ട് പിന്നീട് ആ മണം അതിൻ്റെ യഥാർത്ഥ സ്മെല്ല് വരികയും അതിൽ ആകർഷകരാവുകയും തിരിച്ച് വീണ്ടും വന്ന പെർഫ്യൂം വാങ്ങിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ. അതായത് നമ്മൾ ആദ്യം കിട്ടുന്ന മണം കൊണ്ട് തന്നെ പെർഫ്യൂം സെലക്ട് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഹാർട്ട് നോട്ട്, അതിൻ്റെ യഥാർത്ഥ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിയൽ സ്മെല്ല് തിരിച്ചറിഞ്ഞതിന് ശേഷം പെർഫ്യൂം വാങ്ങിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ കറക്റ്റ് നമുക്ക് ഇഷ്ടപ്പെടുന്ന നോട്ട്, ആ ഒരു ഫ്രാഗ്രൻസ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും.